അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. മുഹറം 10ൻ്റെ രാവാണ് നമ്മളിലേക്ക് അൽഹംദുലില്ലാ കടന്നു വന്നിരിക്കുന്നത്. അപ്പോൾ ഇന്നലെ ഞാൻ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, മുഹറം 9, 10 ദിവസങ്ങളിൽ ഈ ഒരു ദിക്ർ ചൊല്ലിക്കോ എന്ന്. ഹസ്ബുനല്ലാഹു വനീമൽ വക്കീൽ വനീമൽ മൗല വനീമൻ നസീർ എന്ന ദിക്ർ നമ്മുടെ മനസ്സിലുള്ള നമ്മുടെ വിഷമങ്ങളൊക്കെ മനസ്സിൽ വെച്ചിട്ട്, എന്ത് കാര്യത്തിനാണോ നമ്മൾ മനസ്സ് വേദനിക്കുന്നത്, ആ ഒരു പ്രയാസം വെച്ച് 313 തവണ ഹസ്ബുനല്ലാഹു വനീമൽ വക്കീൽ വനീമൽ മൗല വനീമൻ നസീർ എന്ന ദിക്ർ ചൊല്ലാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ ഒരു ദിക്ർ ഇന്നലെ മുഹറം 9ൻ്റെ രാവും പകലും മുഹറം 10ൻ്റെ രാവിലും ഒക്കെ നമുക്ക് ചൊല്ലാം, നമ്മുടെ ഓരോ പ്രയാസങ്ങളൊക്കെ തീർന്ന് കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പം ഇൻഷാ അല്ലാഹ് ഇന്നും ഞാൻ പറയാൻ പോകുന്നത്, ഇന്ന് മുഹറം 10ൻ്റെ രാവിലാണ് നമ്മളെല്ലാവരും ഉള്ളത്, അൽഹംദുലില്ലാ. അപ്പോൾ മുഹറം 10ൻ്റെ രാവിൽ നമ്മുടെ സാമ്പത്തികമായിട്ടുള്ള പ്രയാസങ്ങളൊക്കെ തീരാൻ വേണ്ടിയിട്ട്, പണത്തിൻ്റെ ബുദ്ധിമുട്ട് നമ്മുടെ ജീവിതത്തിൽ നിന്നും അള്ളാഹു നമുക്ക് മാറ്റിത്തരാൻ വേണ്ടിയിട്ട്, നിങ്ങൾ മനസ്സിൽ ആ സാമ്പത്തികമായിട്ടുള്ള പ്രയാസം മനസ്സിൽ വെച്ചുകൊണ്ട് ഈ പറയുന്ന ഈ ഒരു ദിക്ർ ചൊല്ലി നോക്കുക. ഇതും 313 തവണ നിങ്ങൾ ചൊല്ലുക. ചൊല്ലുന്ന സമയത്ത് നിങ്ങളെ അടുത്ത് ആരുമില്ലാത്തൊരു സ്ഥലത്ത് ഇരുന്ന് നിങ്ങൾ ഒറ്റ ഇരുപ്പിൽ ഇരുന്ന് ചൊല്ലാൻ നോക്കുക. ആരും തന്നെ നിങ്ങളോട് സംസാരിക്കാൻ വരാത്തൊരു സ്ഥലം കണ്ടെത്തിക്കൊണ്ട് ചെല്ലുക. എന്നാൽ നിങ്ങൾക്ക് ഇന്നത്തെ രാത്രി തന്നെ നിങ്ങൾ വിചാരിക്കുന്ന, നമ്മൾ വീടിന് വേണ്ടിയിട്ട് സ്ഥലം വാങ്ങി, അല്ലെങ്കിൽ വീട് പണിക്ക് വേണ്ടിയിട്ടുള്ള പണം നമ്മുടെ കയ്യിൽ കിട്ടണം, അങ്ങനെയൊക്കെ നമ്മുടെ മനസ്സിലുണ്ടാവും. അങ്ങനെയൊക്കെ ഓരോ ഉദ്ദേശങ്ങൾ നിങ്ങളുടെ മനസ്സിലുണ്ടെങ്കിൽ ഈ പറയാൻ പോകുന്ന ഈ ഒരു ദിക്ർ ഇന്നത്തെ രാത്രിയും അതുപോലെ തന്നെ നാളെ നോമ്പ് തുറക്കുന്നതിൻ്റെ മുന്നേയൊക്കെ ആയിട്ട് നിങ്ങൾ ചൊല്ലുക. നമ്മളിപ്പം ഇൻഷാ അല്ലാഹ് നാളെ മുഹറം 10ൻ്റെ നോമ്പ് നോൽക്കാൻ വേണ്ടി അത്താഴത്തെ സമയത്ത് എണീക്കും അല്ലേ? ആ അത്താഴത്തിൻ്റെ സമയത്ത് സുബഹി നിസ്കാരം കഴിഞ്ഞതിൻ്റെ ശേഷം ഈ ഒരു ദിക്ർ ആ നിസ്കാരപ്പായയിൽ ഇരുന്നു കൊണ്ട് തന്നെ 313 തവണ നിങ്ങൾ ചൊല്ലുക. ചെല്ലുമ്പോൾ നിങ്ങളെ ജീവിതത്തിൽ, നിങ്ങളെ കുടുംബത്തിലുള്ള സാമ്പത്തികമായിട്ടുള്ള പ്രയാസം തീരാൻ, ഞങ്ങളെ സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ട് തീരാൻ, അല്ലെങ്കിൽ ഭർത്താവിന് ജോലിയിൽ ശമ്പളം കൂടാൻ, അങ്ങനെ പണത്തിൻ്റെ എന്തൊരു കാര്യത്തിനും ഹലാലായിട്ടുള്ള പണം നമ്മുടെ മുന്നിൽ അള്ളാഹു എത്തിച്ചു തരാൻ വേണ്ടിയിട്ട് നിങ്ങളെ മനസ്സിൽ ഒരു ഉദ്ദേശം വെച്ചുകൊണ്ട് 313 തവണ ലാ ഹൗല വലാ ഖുവത്ത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അലീം എന്ന ദിക്ർ ചൊല്ലുക. അപ്പോൾ ഞാൻ ഇന്നലെ നിങ്ങളോട് പറഞ്ഞ ദിക്ർ ഹസ്ബുനല്ലാഹു വനീമൽ വക്കീൽ വനീമൽ മൗല വനീമൻ നസീർ എന്ന ദിക്റും നിങ്ങൾക്ക് ചൊല്ലാം. ഇന്നലെ രാവിലും ചൊല്ലിയവർ ഒരുപാടുണ്ട്. അതുപോലെ തന്നെ ചൊല്ലിയിട്ട് ഉത്തരം കിട്ടിയവർ അറിയിച്ചവർ അതുമുണ്ട്. ഒറ്റ ഇരുപ്പിൽ ഇരുന്നാണ് ഞാൻ ചൊല്ലാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതുപോലെ തന്നെ ചൊല്ലി നോക്കിയിട്ട് മനസ്സിൽ വിചാരിച്ച ഒരു കാര്യം, 2-3 കാര്യത്തിനായിരുന്നു ചൊല്ലിയത്, ഒരു കാര്യം നടന്ന് കിട്ടിയിട്ടുണ്ട് ഈ ദിക്ർ ചൊല്ലിയിട്ട് എന്ന് അറിയിച്ചവരുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് കാര്യവും ചെയ്യുന്ന സമയത്ത് ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് മനസ്സിൽ ഉദ്ദേശം വെക്കുക, അതിനായിരിക്കും നമുക്ക് ഫലമുണ്ടാവുക. അല്ലാതെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ മനസ്സിൽ വെച്ചിട്ട് ദിക്റൊക്കെ ചെല്ലുന്നതിന് നമുക്ക് പെട്ടെന്ന് ഫലം കിട്ടില്ല. അപ്പം ഇന്നലെ പറഞ്ഞ ദിക്ർ നിങ്ങൾ ഇന്നത്തെ രാവിലെയും ചൊല്ലുക, നിങ്ങളെ മനസ്സിലുള്ള ആഗ്രഹങ്ങളൊക്കെ തീരാൻ. ഇപ്പോൾ ഞാൻ ഇൻഷാ അല്ലാഹ് ഈ പറയുന്ന ലാ ഹൗല വലാ ഖുവത്ത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അലീം എന്ന ഈ ഒരു ദിക്ർ 313 തവണ ഇൻഷാ അല്ലാഹ് അത്താഴത്തിൻ്റെ സമയത്ത്, നമ്മൾ സുബഹിക്ക് അത്താഴത്തിൻ്റെ സമയം എണീറ്റ് അത്താഴമൊക്കെ കഴിഞ്ഞ് സുബഹി നിസ്കാരം കഴിഞ്ഞിട്ട് നിസ്കാരപ്പായയിൽ ഇരുന്നു കൊണ്ട് തന്നെ നിങ്ങളെ മനസ്സിലുള്ള ബുദ്ധിമുട്ട് മാറാൻ, നിങ്ങളെ സാമ്പത്തികമായിട്ടുള്ള പ്രയാസം മാറാനുള്ള ദിക്റാണിത്. പണത്തിൻ്റെ ബുദ്ധിമുട്ട് നമ്മുടെ കുടുംബത്തിൽ നിന്നും മാറിക്കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പം ഈ ഇന്ന് മാത്രമല്ല, ഇന്നും നാളെയും മാത്രമല്ല ഈ ദിക്ർ നിങ്ങൾക്ക് ചൊല്ലേണ്ടത്. സാമ്പത്തികമായിട്ടുള്ള എന്ത് പ്രയാസവും നിങ്ങളെ മുന്നിൽ വന്നാൽ, സാമ്പത്തികമായിട്ടുള്ള പണത്തിൻ്റെ ബുദ്ധിമുട്ട് നിങ്ങളെ മുന്നിൽ വരികയാണെങ്കിൽ, നിങ്ങൾ ഈ ഒരു ദിക്ർ 313 എണ്ണമോ അല്ലെങ്കിൽ 1000 തവണയോ നിങ്ങൾ മനസ്സിൽ നിയ്യത്താക്കിയിട്ട് ചൊല്ലുക. ചൊല്ലുന്നതിൻ്റെ മുന്നേ ആയിട്ട് എൻ്റെ പ്രയാസം മാറാൻ വേണ്ടി ഞാൻ 313 തവണ, അല്ലെങ്കിൽ നിങ്ങൾക്ക് എത്രയാണ്, ഇനി 100 ആണോ ചൊല്ലാൻ കഴിയുന്നത് അത്ര ചൊല്ലിയാൽ മതി. ചൊല്ലുന്നത് നല്ല ഇഖ്ലാസോട് കൂടിയിട്ട് വേണം നിങ്ങൾ ചെയ്യാൻ. അപ്പോഴാണ് നമ്മൾ വിചാരിച്ചതുപോലെ നമുക്ക് ഉത്തരം കിട്ടുകയുള്ളൂ. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളോട് പറയുന്നത്, ഞാൻ ഈ ഒരു ദിക്റിനെ പറ്റി ഒരുപാട് വീഡിയോയിൽ പറഞ്ഞതാണ്. ഒരുപാട് പേർക്ക് സാമ്പത്തികമായിട്ടുള്ള പ്രയാസം തീർന്ന് കിട്ടിയെന്ന് കമൻറ്റിലൂടെ ആയാലും വാട്സപ്പിലൂടെ ആയാലും എഴുതി അറിയിച്ചവർ ഒരുപാട് ആൾക്കാരുണ്ട്.
അപ്പോൾ ഇന്നത്തെ രാവൊക്കെ ഒരുപാട് പ്രതിഫലമുള്ള രാവുകളാണ് അല്ലേ. നമ്മൾ ഒരുപാട് സൂറത്തുകളുണ്ട് മുഹറം 10 ചൊല്ലാനുള്ള ദിക്റുകളുണ്ട്, ഒരുപാടുണ്ട്. അതുപോലെ ഇന്നത്തെ രാവിലെ നിങ്ങൾ ചൊല്ലേണ്ട ദിക്റ് ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുൻതു മിനൽ ളാലിമീൻ എന്ന ദിക്റും നിങ്ങൾ ചൊല്ലണം. അതുപോലെ തന്നെ ഇപ്പം ഞാൻ നിങ്ങളോട് പറഞ്ഞത് സുബഹി നിസ്കാരം കഴിഞ്ഞ് നിസ്കാരപ്പായയിൽ ഇരുന്നു കൊണ്ട് റബ്ബേ ഒരുപാട് പ്രയാസത്തിലാണ് സാമ്പത്തികമായിട്ട്, പണത്തിൻ്റെ കാര്യത്തിൽ ഒരുപാട് കടമുണ്ട്, ആ കടം വീട്ടാൻ എൻ്റെ ഭർത്താവിന് നല്ലൊരു ജോലി കിട്ടാൻ ഈ ഒരു ദിക്റ് കൊണ്ട് കാരണമാക്കണേ റബ്ബേ, ഞങ്ങളെ പ്രയാസങ്ങൾ തീർക്കണേ റബ്ബേ. അങ്ങനെ ഒരു നിയ്യത്ത് വെച്ചിട്ട് നിസ്കാരപ്പായയിൽ ഇരുന്നു കൊണ്ട് തന്നെ ചെയ്യുക. അതുപോലെ ചെല്ലുന്ന സമയത്ത് ആരോടും സംസാരിക്കാതെ ചെയ്യാൻ നോക്കുക കേട്ടോ. എന്നാൽ ഒരൊറ്റ രാത്രി കൊണ്ട് തന്നെ നിങ്ങൾ വിചാരിച്ച കാര്യം ഇൻഷാ അല്ലാഹ് പിറ്റത്തെ ദിവസമാകുമ്പോഴേക്കും അള്ളാഹു നിങ്ങൾക്ക് റാഹത്തിലാക്കി തരും. അതുപോലെ സുബഹി നിസ്കാരത്തിൻ്റെ ശേഷം ചെയ്യാൻ പറ്റിയില്ല എങ്കിൽ ളുഹറിൻ്റെ ശേഷമോ അല്ലെങ്കിൽ അസറിൻ്റെ ശേഷമോ ഒക്കെ, അല്ലെങ്കിൽ മഗ്‌രിബിൻ്റെ ശേഷമോ ആയിട്ട് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. അപ്പം ഈ ഒരു ദിവസം മാത്രമല്ല കേട്ടോ ഇത് ചെയ്താൽ ഫലം കിട്ടുക. നിങ്ങൾ മാനസികമായിട്ട് സാമ്പത്തികമായിട്ടുള്ള പ്രയാസങ്ങളൊക്കെ നിങ്ങളെ മുന്നിൽ വരുന്ന സമയത്ത് മനസ്സിൽ നിയ്യത്താക്കിയിട്ട് എത്ര തവണയാണ് നിങ്ങൾക്ക് ചെല്ലാൻ പറ്റുന്നത് ആ ഒരു തവണ നിങ്ങൾ മനസ്സിൽ നിയ്യത്ത് വെച്ചുകൊണ്ട് ചെല്ലുക. പെട്ടെന്ന് ഫലം കിട്ടുന്ന ദിക്റാണിത്. ഒരുപാട് പേർക്ക് ഈ ദിക്റിൻ്റെ മഹത്വങ്ങൾ അറിയാമായിരിക്കും. അപ്പോൾ ഞാൻ നിങ്ങളെ ഒന്ന് ഓർമ്മപ്പെടുത്തി എന്നേ ഉള്ളൂ. എൻ്റെ വീഡിയോ കാണുന്ന ഒരുപാട് ആൾക്കാർ കടം കൊണ്ട് പ്രയാസമുള്ളവരുണ്ട്, വീടില്ലാതെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരുണ്ട്. അതൊക്കെ പണത്തിൻ്റെ ബുദ്ധിമുട്ട് കൊണ്ടായിരിക്കും അല്ലേ. നമ്മൾ വിചാരിക്കുന്നത് പോലെ നമുക്ക് വീട് റെഡിയാക്കാൻ പറ്റാത്തത് പണത്തിൻ്റെ ബുദ്ധിമുട്ടാണ്. നമ്മുടെ കടം നമുക്ക് വീട്ടാൻ കഴിയാത്തത് പണത്തിൻ്റെ ബുദ്ധിമുട്ടാണ്. നമ്മൾ വിചാരിച്ച കാര്യം നമുക്ക് നടത്താൻ പറ്റാത്തത് പണത്തിൻ്റെ ബുദ്ധിമുട്ട് കൊണ്ടാണ്. അപ്പോൾ ഈ ഒരു സാമ്പത്തികമായിട്ടുള്ള പ്രയാസമുള്ളവർ ഈ ഒരു ദിക്ർ നിങ്ങളെ ജീവിതത്തിൽ പതിവാക്കുക. ഞാൻ നിങ്ങളോട് മുന്നേ വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട്, ഈ ഒരു ദിക്ർ നിങ്ങൾ ഒരു 100 തവണയെങ്കിലും നിങ്ങൾ പതിവാക്കി പോരുക. അപ്പം നിങ്ങൾ സുബഹി നിസ്കാരത്തിന് ശേഷം എല്ലാ നിസ്കാരത്തിന് ശേഷമായിട്ടും ഒരു 100 തവണ എല്ലാ ദിവസവും ഇങ്ങനെ ചൊല്ലിപ്പോന്നാൽ മതി. മുറുകെ പിടിക്കുക. നമ്മളിപ്പോൾ സലാത്ത് മുറുകെ പിടിക്കുന്നില്ലേ, അതേപോലെ തന്നെ ഈ ഒരു ദിക്റും നിങ്ങൾ മുറുകെ പിടിക്കുക. സാമ്പത്തികമായിട്ടുള്ള പ്രയാസം അള്ളാഹ് നമുക്ക് മാറ്റിത്തരും. അപ്പം നമ്മൾ സഹിക്കുന്ന പ്രയാസങ്ങൾ, വേദനകളൊക്കെ അള്ളാഹുവിനോട് ഇന്നത്തെ രാവിലൊക്കെ ഒരുപാട് പ്രതിഫലമുള്ള രാവുകളാണ്. നിങ്ങൾ അള്ളാഹുവിലേക്ക് കൂടുതലായിട്ട് അടുക്കുക. നിങ്ങളെല്ലാവരും തഹജ്ജുദ് നിസ്കരിച്ചിട്ട് അള്ളാഹുവിനോട് ദുആ ചെയ്യുക. നിസ്കരിക്കാൻ പറ്റാത്തവർക്കും ചെല്ലാൻ പറ്റുന്ന ദിക്റാണ് ഇപ്പോൾ ഞാൻ ഈ പറഞ്ഞ ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അലീം എന്ന ദിക്റ് മനസ്സുള്ള സ്ത്രീകൾക്ക് ചെല്ലാൻ പറ്റുന്നതാണ് കേട്ടോ. അപ്പോൾ ഇന്നലെ ഇട്ട വീഡിയോൻ്റെ താഴെയും ഒരുപാട് ആൾക്കാർ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഈ ദിക്റ് ചെല്ലാൻ പറ്റുമോ എന്ന്. ദിക്റ് നമുക്ക് ഏതും ചെല്ലാം. മനസ്സുള്ള സമയത്ത്, അശുദ്ധിയുള്ള സമയത്ത് ഏത് ദിക്റും നമുക്ക് ചെല്ലാം. ചെല്ലുന്നതിനൊരു കുഴപ്പവുമില്ല. സലാത്തും ചെല്ലാം. അപ്പം അശുദ്ധിയുള്ളവർക്ക് ചെല്ലാൻ കഴിയില്ലല്ലോ എന്ന് ടെൻഷൻ വേണ്ട. ദിക്റ് ചൊല്ലിക്കോളി, സലാത്ത് ചൊല്ലിക്കോളി, അള്ളാഹുവിനോട് ദുആ ചെയ്തോളി. നമ്മൾ തഹജ്ജുദിൻ്റെ സമയത്ത് നിസ്കരിക്കാൻ പറ്റില്ലെങ്കിലും ആ ഒരു സമയത്ത് എണീറ്റിട്ട് നിങ്ങൾ സലാത്തോ ദിക്റോ ഈ പറഞ്ഞ ഈ ഒരു ദിക്റോ, നിങ്ങൾക്ക് മാനസികമായിട്ടുള്ള എന്ത് പ്രയാസമുണ്ടെങ്കിൽ അള്ളാഹ് എൻ്റെ മുന്നിലുണ്ട്, അള്ളാഹുവിനോടാണ് ഞാൻ ദുആ ചെയ്യുന്നത്, അങ്ങനെ സങ്കടത്തോട് കൂടിയിട്ട് നിങ്ങൾ അള്ളാഹിനോട് ദുആ ചെയ്യുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉത്തരം കിട്ടും, ഉറപ്പാണ്. ചിലപ്പം ഒരു ദിവസം പറഞ്ഞിട്ടും 2 ദിവസം പറഞ്ഞിട്ടൊന്നും നിങ്ങൾക്ക് നിങ്ങളെ ദുആക്ക് ഉത്തരം കിട്ടിയില്ല എങ്കിൽ ഒരിക്കലും നിങ്ങൾ വിഷമിക്കേണ്ട. അള്ളാഹ് കേൾക്കുമെല്ലാം. അതിൻ്റെ ഒരു സമയം വരുന്ന സമയത്ത് നിങ്ങൾ ചോദിച്ചതിന് അള്ളാഹിനോട് നിങ്ങൾ ചോദിച്ചത് എന്താണോ ആ ഒരു കാര്യം അള്ളാഹ് നിങ്ങൾക്ക് പൂർത്തിയാക്കി കിട്ടും. അപ്പോൾ പിന്നെയാണെങ്കിൽ ഒരുപാട് ആൾക്കാരുണ്ട് ഈ ദിക്റ് ചൊല്ലിയാലൊന്നും ഒരു കാര്യമില്ല, ഇതിനൊന്നും ഫലം കിട്ടില്ല, വെറുതെ പറയുന്നതാണ് ഒക്കെ. അങ്ങനെയുള്ളൊരു മനസ്സുള്ളവർ നിങ്ങൾ ഒരിക്കലും ഇതുപോലെ ചെയ്തിട്ട് കാര്യമില്ല. നിങ്ങൾക്കിതിനൊന്നും ഉത്തരം കിട്ടില്ല. ചില ആൾക്കാരുണ്ട് രണ്ട് കാലും തോണിയിലിട്ട് അങ്ങനെ എന്തോ ഒരു ചെല്ലില്ലേ, അങ്ങനെ ഒരു ആൾക്കാരുണ്ട്. ചെല്ലിയാൽ ഉത്തരം കിട്ടുമോ, അല്ലെ കിട്ടും, ചെല്ലി നോക്കട്ടെ, അങ്ങനെ മനസ്സോട് കൂടിയിട്ട് നിങ്ങൾ ചൊല്ലിയിട്ട് കാര്യമില്ല. ഇതിനൊന്നും ഉത്തരം കിട്ടില്ല. അങ്ങനെ അള്ളാഹിനോട് തന്നെ ദുആ ചെയ്തിട്ടും കാര്യമില്ല. വെറുതെ നമ്മളിങ്ങനെ അള്ളാഹിനോടൊരു ദുആ ചെയ്യാണ്. മനസ്സും അള്ളാഹുവിലേക്ക് പോകണം ദുആ ചെയ്യുന്ന സമയത്ത്. അങ്ങനെയുള്ള ദുആക്ക് പെട്ടെന്ന് തന്നെ ഉത്തരം കിട്ടും, ഉറപ്പാണ്. പെട്ടെന്ന് പറഞ്ഞാൽ പെട്ടെന്ന് തന്നെ നമുക്ക് ഉത്തരം കിട്ടും. നമ്മളിപ്പോൾ കുറച്ച് സലാത്ത് ചൊല്ലിയാണ്, ഒരു 10 സലാത്ത് ചൊല്ലി അള്ളാഹുവിനോട് ദുആ ചെയ്യാണ്. ഒരു വിഷമം നമുക്കുണ്ട്, അത് തീർന്ന് കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആ 10 സലാത്ത് നിങ്ങൾ നല്ല തഖ്വയോട് കൂടിയിട്ട് ചൊല്ലിയാൽ നിങ്ങൾക്ക് ആ ഒരു മണിക്കൂറുകൾക്കുള്ളിൽ നിങ്ങൾ വിചാരിച്ച കാര്യം അള്ളാഹ് നിങ്ങൾക്ക് നടത്തി തരും, ഉറപ്പാണ്.
എനിക്കൊരുപാട് അനുഭവമുള്ള ദിക്റാണ്. ഇപ്പോൾ ഇന്നലെ പറഞ്ഞ ദിക്ർ ഹസ്ബുനല്ലാഹു വനീമൽ വക്കീൽ വനീമൽ മൗല വനീമൽ നസീർ എന്ന ദിക്ർ 313 തവണ മനസ്സിലെ പ്രയാസം വെച്ച് ചൊല്ലിയിട്ട് അതിനെനിക്ക് ഫലം കിട്ടിയിട്ടുണ്ട്. ഒരു വട്ടമല്ല 2-3 പ്രാവശ്യം ചൊല്ലിയിട്ട് ഫലം കിട്ടിയതാണ്. അതുപോലെ തന്നെ ഇപ്പോൾ പറഞ്ഞ ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അലീം എന്ന ദിക്ർ ചൊല്ലിയിട്ടും സാമ്പത്തികമായിട്ടുള്ള പ്രയാസം തീരാൻ വേണ്ടി ചൊല്ലിയിട്ട് എനിക്ക് ഫലം കിട്ടിയിട്ടുണ്ട്. ഞാൻ നിങ്ങളോട് പറഞ്ഞതാണ്, ഒരു വീഡിയോയിൽ ഞാൻ അതിൻ്റെ കാര്യം നിങ്ങളോട് പറഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ ഇതേപോലെ നിങ്ങളും ചെയ്തു നോക്കുക. ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം, ഒറ്റയ്ക്ക് ഒരു റൂമിലിരുന്ന് ചെല്ലുക. നിസ്കാരപ്പായയിൽ നേരത്തെ പറഞ്ഞതുപോലെ ഇരുന്ന് ചെല്ലുന്ന സമയത്തും ആരോടും സംസാരിക്കാതെ നിങ്ങൾ ചെയ്യാൻ നോക്കുക കേട്ടോ. തീർച്ചയായിട്ടും ഫലം കിട്ടും, ഉറപ്പാണ്. അല്ല നിങ്ങൾ ചോദിക്കുന്നത് അല്ല കേൾക്കും, ഉറപ്പാണ്. നല്ല തെക്കുവയോട് കൂടി, പ്രത്യേകിച്ച് ഇന്നത്തെ രാവൊക്കെ അള്ളാഹുവിനോട് കൂടുതലായിട്ട് നിങ്ങൾ അടുക്കുക. എല്ലാവരും ഉറങ്ങിക്കിടക്കുന്ന സമയത്ത് നിങ്ങൾ കുറച്ച് ദിക്ർ ചെല്ലുക. എന്നിട്ട് അള്ളാഹിനോട് പൊട്ടിക്കരഞ്ഞ് ദുആ ചെയ്യുക. നിങ്ങളെ മനസ്സിലുള്ള പ്രയാസം അള്ളാഹുവിനോട് നിങ്ങൾ മനസ്സറിഞ്ഞ് ദുആ ചെയ്യുക. അള്ളാഹ് എൻ്റെ മുന്നിലുണ്ട്, എൻ്റെ ദുആക്ക് അള്ളാഹ് എനിക്ക് ഉത്തരം തരും. അങ്ങനെ ഒരു മനസ്സോട് കൂടിയിട്ട് ദുആ ചെയ്യുക. തീർച്ചയായിട്ടും നിങ്ങളെ പ്രയാസമൊക്കെ മാറും. ഒരിക്കലും വിഷമിക്കണ്ട. എല്ലാം അള്ളാഹ് കാണുന്നുണ്ട്. എൻ്റെ ദുആ അള്ളാഹ് കേൾക്കുന്നില്ലല്ലോ, ഒരുപാട് കാലമായിട്ട് ഞാൻ പറയുന്ന കാര്യമാണല്ലോ, അങ്ങനെയൊക്കെ പറഞ്ഞ് പ്രയാസപ്പെടുന്നവരുണ്ട്. ഒരിക്കലും ടെൻഷൻ ആവണ്ട. നിങ്ങൾക്ക് അള്ളാഹ് സമാധാനവും സന്തോഷവും നിങ്ങൾക്കും തരും. സമാധാനപ്പെടുക. അല്ലാതെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ട് ഞാൻ ഒരുപാട് ദുആ ചെയ്തു, ഞാൻ ഒരുപാട് ദിക്ർ ചൊല്ലി, എൻ്റെ കാര്യങ്ങളൊന്നും നടന്നിട്ടില്ല, അങ്ങനെ ഒരിക്കലും നിങ്ങൾ പറയരുത്. നല്ല മനസ്സോട് കൂടിയിട്ട് അള്ളാഹു ഉണ്ട്, അള്ളാഹ് എനിക്ക് എൻ്റെ പ്രാർത്ഥന അള്ളാഹ് കേൾക്കും. അതുപോലെ ഇന്നത്തെ രാവിലേക്ക് ഒരുപാട് അള്ളാഹുമായിട്ട് കൂടുതൽ അടുക്കുക. അശുദ്ധിയുള്ള സ്ത്രീകൾ ദിക്ർ ചെല്ലുക, സലാത്ത് ചെല്ലുക. അല്ലാത്തവർ ഖുർആൻ ഓതുക. അള്ളാഹുവിനോട് നിങ്ങളെ പ്രയാസം പറഞ്ഞോളി, അള്ളാഹ് കേൾക്കും. നിങ്ങളെ ദുആക്ക് അള്ളാഹു ഉത്തരം തരും, ഉറപ്പാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞത് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അലീം എന്ന ദിക്ർ നിങ്ങൾ നിസ്കാരപ്പായയിൽ ഇരുന്നു കൊണ്ട് സുബഹി നിസ്കാരത്തിൻ്റെ ശേഷം, അല്ലെങ്കിൽ നിങ്ങൾക്കിപ്പം ഈ മഗ്‌രിബ് നിസ്കാരം കഴിഞ്ഞതിന് ശേഷമോ ഇശാ നിസ്കാരം കഴിഞ്ഞതിന് ശേഷമോ ഒക്കെ ചെയ്യാം കേട്ടോ. അങ്ങനെയൊക്കെ ചെയ്യാൻ നിങ്ങളുടെ സൗകര്യത്തിനനുസരിച്ച് ചെയ്യാം. ചെല്ലുന്ന സമയത്ത് ആരോട് സംസാരിക്കാതെ ആ 313 എണ്ണം ചൊല്ലി തീർക്കുക. അതുപോലെ തന്നെ ഇന്നലെ പറഞ്ഞ ആ ഒരു ദിക്റും അതുപോലെ തന്നെ ഇന്നും ചെയ്യുക. നാളത്തെ രാവിലെ ഒക്കെ ചെയ്തു നോക്കുക. മനസ്സിലുള്ള ആഗ്രഹം നിറവേറിക്കിട്ടും. അപ്പോൾ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. നിങ്ങളെല്ലാവരും ദുആയിൽ എന്നെയും ഉൾപ്പെടുത്തണം. എല്ലാവരും ഖുർആൻ ഓത്തിലും ഒക്കെ ആയിരിക്കും അല്ലേ. അപ്പോൾ നിങ്ങൾ ദുആ ചെയ്യുന്ന സമയത്ത് എന്നെയും ഉൾപ്പെടുത്തണം. ദിക്റും ദുആയൊക്കെ ഒരുപാട് വർദ്ധിപ്പിക്കുക. പ്രയാസം അള്ളാഹ് മാറ്റിത്തരും, ഉറപ്പാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.